നമസ്കാരം. എംപുരാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രീ ബിസിനസ് നേടിയിട്ടുള്ള ഒരു ചിത്രമെന്ന് അവകാശപ്പെടുന്ന ഒരു സിനിമയാണ് എംപുരാൻ. എൽ സീരീസിൻ്റെ ലൂസിഫറിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രൊഡ്യൂസറായിട്ടുള്ളത് നമ്മുടെ ഗോകുലം ഗോപാലനാണ്. ലൈക്കയായിരുന്നു ഉണ്ടായിരുന്നത്, അത് പിന്നെ ഗോകുലം ഗോപാലനായിട്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. വിതരണം ചെയ്തിരിക്കുന്നത് ആശീർവാദാണ്. ഒരുപാട് ഫാൻ ഷോകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ഷോകൾ കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. 6 മണിക്കാണ് ഫാൻ ഷോ ഉണ്ടായിരുന്നത്. പലയിടത്തും അത് ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു സിനിമ ഒരു 6 മണിക്ക് ഈ സിനിമ തുടങ്ങി, കൃത്യം 6 മണിക്ക് ഈ സിനിമ ഇട്ടിട്ടുണ്ട്. ഗോകുലത്തിന് പുറമേ ആയിട്ട്, ഗോപാലേട്ടന് പുറമേ ആയിട്ട്, സാറിന് പുറമേ വേറെ ഒരുപാട് ലൈൻ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ കോ പ്രൊഡ്യൂസേഴ്സും ഈ സിനിമയ്ക്ക് ഉണ്ട്. ഏകദേശം 180 കോടി, അതായത് വിത്തൗട്ട് സാലറി, ലാലേട്ടൻ്റെയും മറ്റ് പൃഥ്വിരാജിൻ്റെ എനിക്കറിയില്ല, ലാലേട്ടൻ്റെ വിത്തൗട്ട് സാലറി ഈ സിനിമയ്ക്ക് ഏകദേശം 200 കോടിയുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടെന്നാണ് ഗോകുലൻ സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ബഡ്ജറ്റ് ഈ സിനിമയ്ക്കുണ്ട്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. എനിക്കൊന്ന് ലാലേട്ടൻ്റെ കാസിനോവെ പോലെയുള്ള സിനിമകൾ ഒക്കെയാണ് ഒരുപാട് കാത്തിരുന്നിറങ്ങിയ സിനിമകൾ. ആ സിനിമയുടെ അവസ്ഥ നമുക്കറിയാം. അതുപോലെയുള്ള ഒരു സിനിമ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ലൂസിഫറിൻ്റെ ഒരു പാട്ടെന്ന് പറയുന്നത് എംപുരാൻ്റെ അല്ലേ, ആ ഒരു എൻട്രി തന്നെ ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു എൻട്രിയാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു വിദേശ രാജ്യത്താണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഈ സിനിമ തുടങ്ങുന്നത്. അത് ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. UK ഉണ്ട്, USA ഉണ്ട്, സെനഗലുണ്ട്, പാകിസ്ഥാനുണ്ട്, തായ്ലൻഡുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുണ്ട്. പല ബോർഡറുകളിലും ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് രാജ്യങ്ങളൊക്കെ കറങ്ങിയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രകടനങ്ങൾ എല്ലാ രീതിയിലും ഇതിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ആശംസിച്ചിട്ടുമുണ്ട്. ചിത്രം തുടങ്ങിയതിന് ശേഷം ആദ്യത്തെയുള്ള ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ ഈ സിനിമ കാട്ടുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. 1.5 മണിക്കൂർ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സയ്യിദ് മസൂദ് എന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലം ചെയ്തിട്ടുള്ള ഒരു പയ്യൻ, അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീനും രസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്രിഞ്ച് സ്റ്റോറി ഇല്ലെങ്കിൽ ക്രിഞ്ചായിട്ടുള്ള ഒരു നിഗമനങ്ങളാണെങ്കിൽ പോലും ആ ഒരു പോർഷൻ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കഥ മുന്നോട്ട് പോകുന്നു. അത് മുന്നോട്ട് പോയിട്ട് പൃഥ്വിരാജ് സുകുമാരൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് റിവെഞ്ച് ചെയ്യുന്നു, എന്തുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ഈ ഒരു ഇലിമാറ്റി ഗ്യാങ്ങിലേക്ക് അകപ്പെടുന്നു, ഇല്ലെങ്കിൽ ഒരു എബ്രാം ഖുറേഷിയുടെ ഗ്യാങ്ങിൽ അകപ്പെടുന്നു, ഇല്ലെങ്കിൽ വരുന്നു എന്നതിനുള്ള ആ ഒരു റിവെഞ്ച് ഉണ്ടല്ലോ, ആ റിവെഞ്ച് അത്രമാത്രം പവർഫുള്ളായിട്ട് ആ സിനിമയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രമങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ തുടങ്ങിയത് മുതൽ തന്നെ എല്ലാവരുടെയും ആകാംക്ഷ ലാലേട്ടൻ്റെ, നമ്മുടെ മോഹൻലാലിൻ്റെ എൻട്രിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സിനിമയിൽ എൻട്രി കൊടുക്കുന്നത് ഈ സിനിമയുടെ 59-ാം മിനിറ്റിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ പോക്കിരിരാജ പോലുള്ള സിനിമ മമ്മൂക്കാൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിന് കുറച്ച് മുമ്പായിട്ടാണ്. പല സിനിമകളും അങ്ങനെ എൻട്രി ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലൈറ്റ് ആയാലും കുഴപ്പമില്ല, കാരണം ഈ സിനിമ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിൽ ഈ സിനിമയിൽ 1 മണിക്കൂറിന് ഒരു 59 മിനിറ്റിന് ശേഷം ലാലേട്ടൻ അവതരിക്കുന്നു. എബ്രഹാം ഖുറേഷി ആയിട്ടാണ് ലാലേട്ടൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇൻട്രോ ഒന്നും കുഴപ്പമില്ല, കമ്പോക്കെ രസമായിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു വെയ്യായ്മ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പലയിടത്തായിട്ട്. ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ ഞാൻ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള ആക്ടറാണ്. പക്ഷെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളിപ്പോഴും പ്രസൻ്റായി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ പ്രസൻ്റായിട്ട് എപ്പോഴും നമ്മൾ മൂവ് ചെയ്യേണ്ട ആളുകളാണ്. സിനിമയായാലും ജീവിതത്തിലായാലും നമ്മൾ പ്രസൻ്റാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ഫ്യൂച്ചർ പോലും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല. ഫ്യൂച്ചർ പ്രതീക്ഷ എൽ സീരീസിൻ്റെ 3-ാം ഭാഗം ആലോചിച്ചത് നമുക്ക് ചിലപ്പോൾ കോമഡി ആയി തോന്നാം. ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അധിനിവേശം, എത്രത്തോളം കേരളത്തിലെ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിനുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഉദാഹരണമാണ് മുരളി ഗോപി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. വെരി ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണ്, യാതൊരു രക്ഷയില്ല. ടു ബി ഫ്രാങ്ക്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിന് യാതൊരു പഞ്ഞുമില്ല. പക്ഷേ മുരളി ഗോപി ഒരു റൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം എഴുതുവാണെങ്കിൽ അത് മുഴുവനായിട്ട് അത് പകർത്താനായിട്ട് ശ്രമിക്കണം.
അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടെന്നേ. നമ്മുടെ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ടുള്ള ഒരു പ്രേരണ കേരള രാഷ്ട്രീയം കൊടുക്കും എന്നുകൊണ്ട് ഭയന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും മുരളി ഗോപി പിന്നോട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുള്ള റൈറ്റാണ്, മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. മുരളി ഗോപിയുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കേരള പൊളിറ്റിക്സിൽ നാളെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ പലയിടങ്ങളിലായി ക്യാമ്പസുകളിലായാലും ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലായാലും പല പൊളിറ്റിക്കലായിട്ടുള്ള ഏത് സെക്ടറിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് പ്രതിഫലിപ്പിക്കാനായിട്ട് അതിന് ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട പൃഥ്വിരാജ് സുകുമാരൻ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു മിനിമം അഖിലേഷിനെ പോലെയുള്ളൊരു എഡിറ്റർ, അഖിലേഷ് മോഹൻ എൻ്റെ എഡിറ്ററാണ്. എനിക്ക് തോന്നുന്നു ഇത് 3 മണിക്കൂറുള്ള സിനിമയൊന്നും അല്ല. ഈ സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾ ഇരുന്ന് കണ്ടോളാം. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് ഈ സംഭവം വേറെ മാറിപ്പോവാണ് ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്സ് പറയണ അത് തുറന്ന് കാണിക്കാനായിട്ടുള്ള ഒരു തൻ്റെയാണ് കാണിക്കണ്ടേ പൃഥ്വിരാജ് സുകുമാരൻ? ആരെയാണ് ഈ പേടിക്കുന്നത്? എന്തിനാണ് ഈ പേടിക്കുന്നത്? പല ഇൻ്റർവ്യൂസിലും പൃഥ്വിരാജ് സുകുമാരൻ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ആക്ടറാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ടറാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. എക്സാമ്പിളാണ് ലൂസിഫർ. ഇത് ലൂസിഫറിനെ പോലെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ എടുത്തുള്ള ഒരു ഡയറക്ടർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? തുറന്ന് പറയും നിങ്ങൾ. അത് പറയുന്നതിൽ മടിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇത് സാധാരണ ഒരു സിനിമ കാണുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ എമ്പുരാൻ, ടു ബി ഫ്രാങ്ക്, എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ഞാൻ ലാലേട്ടനെ കുറിച്ച് ഞാൻ പറയാം. ലാലേട്ടനെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം അത്രമാത്രം ആകാംക്ഷയും പ്രതീക്ഷയും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ടറാണ്. ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ലാലേട്ടൻ്റെ പേര് വെച്ചുകൊണ്ട്, മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിൻ്റെ പേര് വെച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഇന്ത്യ മൊത്തം ഇൻ്റർവ്യൂ അടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നത്? ഒരു മയം വേണ്ടേ? ഒരു മര്യാദ വേണ്ടോ? മറ്റേ ബൈജൊക്കെ പറഞ്ഞ പോലെ ഇതിലൊരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സിനിമ തുടങ്ങിയിട്ട് ഇൻ്റർവെൽ വരെ സിനിമ കൊണ്ടുപോകുന്നതിൻ്റെ സ്റ്റോറിയാണ്. ഈ സിനിമ കൊണ്ടുപോകുന്നതിൻ്റെ കഥയും ആ കഥയുടെ ഒപ്പം തന്നെയുള്ള തിരക്കഥയും സംഭാഷണവും ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു അവറേജ് മേക്കിങ്ങും. ആദ്യ പകുതി വരെ ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ കാട്ടുന്നുണ്ട്, ഒരുപാട് അവിടെ ബൊമ്പാർട്ട്മെൻറ്റ് സീനുകൾ കാട്ടുന്നുണ്ട്, അവിടെ തോക്ക് വെടിയുണ്ടുകൾ കാട്ടുന്നുണ്ട്. ഇതൊക്കെ കാട്ടിക്കോട്ടെ, ഞങ്ങൾ കാണാൻ തയ്യാറാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ഞങ്ങൾക്ക് കിട്ടണം. ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ കിട്ടണ്ടേ? ഇത് എവിടെയൊക്കെ രാജ്യങ്ങൾ പോലെ ഷൂട്ട് ചെയ്തു, അതിൻ്റെ അത് അവിടെ അപ്പം എഡിറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം ഈ സംഭവം. അതിൻ്റെ ഒരു റിഗ്രേസ്, ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടണ്ടേ? ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്ന് പറയുന്നത് 3 മണിക്കൂറൊന്നുമല്ല, ഇതൊരു 5-6 മണിക്കൂർ നിങ്ങൾ എടുത്തോ. 3rd or 4th പാട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അതും ഞാൻ പറയാം, അത് ഗംഭീര കോമഡിയാണ്. ഇതിൻ്റെ ടൈലറിൻ്റെ കണ്ട് എന്നോട് തന്നെ ദേഷ്യമായി പോയി. അത്ര സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഒരുപാട് പ്രതീക്ഷ ആയിട്ടുള്ള ഒരു സിനിമയല്ലേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അത്ര പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് ലാലേട്ടനെ കാണിച്ചിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർകാർ ഞാൻ പറഞ്ഞു, ഗോകുലൻ ചേട്ടൻ, ഗോകുലൻ സാറിൻ്റെ പ്രൊഡ്യൂസറാണ്. കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ലൈൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എനിക്കൊരു പ്ലസ് ആയിട്ട്, അതായത് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിൻ്റായിട്ട്, ഈ സിനിമയുടെ പൾസായിട്ട് മാറിയിരിക്കുന്നത് ദീപക് ദേവാണ്. ഗംഭീര കയ്യടി, ഒരു രക്ഷയില്ല. നൈസായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ വരികൾ, ഇതിൻ്റെ സോങ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അതും രസമായിട്ടുണ്ട്. ഈ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള എമ്പുരാൻ എന്നുള്ള ആ ഒരു സോങ്ങൊക്കെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അതും രസമായിട്ടുണ്ട്. ഇൻ്റർവെല്ല് വരെ ഈ പടം എന്ന് പറയുന്നത് ടൊവിനോ തോമസും സായ്കുമാറും മറ്റേ ബാലാജിയും അങ്ങനെ കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഏതൊക്കെ പേരറിയാത്ത ഒരുപാട് ഹോളിവുഡ് ബോളിവുഡ് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വില്ലനായിട്ടുള്ള അവതരിപ്പിച്ചുള്ള പേര് എനിക്കറിയില്ല, ഓർമ്മയില്ല. ആൾ ഗംഭീരമായിട്ടുണ്ട്. വില്ലനായിട്ടുള്ള ആൾ രസമായിട്ടുണ്ട്. ബജ്റംഗി എന്നുള്ള ആ ഒരു ടൈറ്റിലുള്ള പേരുള്ള ആളാണ്. നല്ല രീതിയിൽ ഗംഭീര ഇൻട്രോ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഗംഭീര ഇൻട്രോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൻ്റെ ഒരു പൾസ് അദ്ദേഹം തന്നിട്ടുണ്ട്. ഒരുപാട് ബോളിവുഡിൽ നിന്നൊക്കെ ഒരുപാട് ആക്ടേഴ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമ ആദ്യ പകുതിയായി ഫാൻസുകാർക്ക് കൈയടിക്കാനായിട്ട്, ഈവൻ നമ്മൾക്ക് പോലും, ഈവൻ എല്ലാ ആളുകൾക്കും കൈയടിക്കാനും ഇല്ലെങ്കിലൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ലാലേട്ടൻ എൻട്രിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ 59-ാം മിനിറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടുള്ള പുള്ളിയുടെ ആ ഒരു പ്രസൻസ്, ആ ഒരു സ്വാഗൊന്നും ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വേഷം, അദ്ദേഹത്തിൻ്റെ ജംഗിൾ ഫൈറ്റിൻ്റെ കാര്യം അതും ഞാൻ പറയാം. കുറച്ച് സമയം എടുക്കുമെങ്കിൽ പോലും എനിക്കിത് പറഞ്ഞേ പറ്റൂ.
വീഡിയോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷെ ഇത് പറയാണ്ട് പറ്റൂല. കാരണം ഇദ്ദേഹത്തെ പോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടറെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓൾ ഇന്ത്യ ഓടി നടന്നുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഇത്രമാത്രം ഹൈപ്പും കൊടുത്ത് ഈ സിനിമയിലെ ആളുകളെ ഒരു പറ്റിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് പൃഥ്വിരാജ് കുമാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് പടം ലാലേട്ടനെ കാട്ടി 1-2 ഡയലോഗ് കൊടുത്ത് പുള്ളി ഇല്ല, ലാലേട്ടൻ പടത്തിലില്ലടോ. മോഹൻലാൽ ആ സിനിമയിലുള്ളത് വെറും 30-40 മിനിറ്റ് മാത്രമാണുള്ളത് ആ എമ്പുരാനിൽ ഇദ്ദേഹം ഉള്ളത്. സിനിമ ഇൻ്റർവെല്ലായി, ആളുകൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ വരുന്നുണ്ട്, പുറത്ത് പോയി ചായ കുടിക്കുന്നുണ്ട്. പടം നമ്മൾ തിയേറ്റർ കയറിനേക്കുമ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തു പോട്ടെ. ബാലാജിയുടെ ശിവജി ബാലാജിയുടെ ഒക്കെ കുറച്ച് കോമഡി പരിപാടികളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. സായികുമാറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ലൂസിഫർ കണ്ട പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വീണ്ടും പടം തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ഈ മഞ്ജു വാര്യർ ഈ സിനിമയിൽ ഉണ്ടെന്ന് പോലും മനസ്സിലാവുന്നത്. അതിനുശേഷമുള്ള മഞ്ജു വാര്യരുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ നന്നായി ചെയ്തിട്ടുണ്ട്. യാതൊരു ഒരു ബുദ്ധിമുട്ടില്ല. പുള്ളിക്കാരത്തിയുടെ ആ ഒരു വേഷം ലൂസിഫറിൻ്റെ ആ സാധനം തന്നെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു പുള്ളിയുടെ ആ ഹെയർ സ്റ്റൈലും അതൊക്കെ രസമായിട്ട് തന്നെ മഞ്ജു വാര്യർ ചെയ്തിട്ടുണ്ട്. സാനിയ അയ്യപ്പനൊന്നും പടത്തിലില്ല കേട്ടോ. 1-2 ന്യൂസ് ചാനൽ കാണുന്ന ആ ഒരു 1-2 സീനുകൾ ഇങ്ങനെ, അല്ലാതെ പ്രത്യേകിച്ച് സാനിയ അയ്യപ്പനൊന്നും അതിൽ ചെയ്യാനില്ല. ഇപ്പോൾ ബൈജു ആയാലും 1 ഡയലോഗുകൾ മാത്രമുണ്ട്. സായികുമാർ ആയാൽ പോലും ആ ഒരു ലൂസിഫറുള്ള പോലെ തന്നെ നമുക്കൊരു ഒരു ഒരു ഇമ്പാക്റ്റ് കിട്ടണ്ടേ. എൻ്റെ തന്തയല്ല നിൻ്റെ തന്ത എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട്. എൻ്റെ പിള്ളേരെ തൊടുന്നോടെന്ന് പറയുമ്പോൾ നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. ആ വിത്ത് സോഗിൽ ലാലേട്ടൻ്റെ ആ ഒരു വൈറ്റ് എടുത്ത പരിപാടി സ്റ്റീഫൻ നെടുമ്പള്ളി ഇതിലില്ല കേട്ടോ. കാണണ്ട നിങ്ങൾ. സ്റ്റീഫൻ നെടുമ്പള്ളി കാണാൻ വേണ്ടി പടം കാണണ്ട. ഒരു ജംഗിൾ ഫൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജംഗിൾ ഫൈറ്റ് വെച്ചിരിക്കുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി കേരളത്തിലേക്ക് വരുവാണ്. കം ബാക്ക് ടു കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ഇന്ദ്രജിത്ത് വിളിച്ചു, ഇന്ദ്രജിത്തിനെ പറഞ്ഞയക്കുന്നുണ്ട്. അത് ഉറക്കിക്കിടത്തുക. ആന്റണി പെരുമ്പാവൂർ പടത്തിലുണ്ട് കേട്ടോ. ആന്റണി പെരുമ്പാവൂർ പടത്തിലുണ്ട്. സ്പോയിലറൊന്നുമല്ല. ഇന്ദ്രജിത്തിനെ ഉറക്കി കിടത്താനായിട്ട് ആന്റണി പെരുമ്പാവൂർ വരുന്നുണ്ട്. ഈ ഉറക്കി കിടത്തിയിട്ട് പിന്നെ അബ്രഹാം ഖുറേഷിയെ കാണാനായിട്ട് ഇന്ദ്രജിത്ത് പോവാണ്. ആ പോകുന്ന സമയത്തെങ്കിലും ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. ഇത് ഓൾറെഡി പ്രിജഡ്ജായിട്ട് എനിക്ക് മനസ്സിലായി താങ്കൾ വന്നത്, ശരി ബൈ. അദ്ദേഹം തിരിച്ചു പോകുന്നു വീണ്ടും. പിന്നെ നടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ജംഗിൾ ഫൈറ്റിൻ്റെ ഒരു സീനുണ്ട്. ട്രെയിലറിൽ കണ്ട പരിപാടിയാണ്. മുണ്ടൊക്കെ എടുത്ത് ലാലേട്ടൻ്റെ ഒരു സംഭവം. അത് സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊന്ന് ഫാൻസുകാർക്ക് ആ 1-2 സീനല്ലാണ്ട് പ്രത്യേകിച്ച് അവർക്ക് ആർമാദിക്കാനും ആഹ്ലാദിക്കാനും ആശ്വസിക്കാനും ഉള്ള ഒരു ഭാഗ്യമൊന്നും എനിക്ക് തോന്നിയില്ല വ്യക്തിപരമായിട്ട്. ജംഗിൾ ഫൈറ്റ് വരുമ്പോൾ ലാലേട്ടൻ മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള പ്രതീക്ഷ. പുള്ളിയുടെ ആ ഒരു തോളുകൊണ്ടുള്ള ശരിക്കലും ആ മുണ്ടെടുക്കൽ, ആ പരിപാടി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പുള്ളിയുടെ ആയിട്ടുള്ള ഒരു മാനസികൾ നമുക്കറിയാം. ഇതിന് ശേഷം പുള്ളി ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സ്റ്റെൻസിൽവെക്ക് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരിക്കലും ലാലേട്ടനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അർഹതയൊന്നും അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ മാസ്റ്റർ ആവാനുള്ള അർഹതയൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് എനിക്ക് ഇത്ര ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് എന്തിനാണ് സ്റ്റെൻസിൽവെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരുന്നത്? അൻബറി ഇവിടെ ഉണ്ട്, പീറ്റർ ഹെയ്ൻ ഉണ്ട്, പുലിമുരുകനടക്കം ചെയ്ത ആളാണ്. ലാലേട്ടൻ്റെ മെയ്വഴക്കം നമുക്കറിയാം. എനിക്ക് പൃഥ്വിരാജ് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ സിനിമയിൽ. പൃഥ്വിരാജ് ഇല്ല കേട്ടോ. പൃഥ്വിരാജ് ഈ പടത്തിലുള്ളത് വെറും 10-20 മിനിറ്റ് പടത്തിലുള്ളൂ. അതും ക്ലൈമാക്സിൽ ഒരു ഫൈറ്റാണ് പുള്ളിക്കാരനെ പൃഥ്വിരാജായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം വളരെ ഡയലോഗ്സ് ഒന്നുമില്ല. 1-2 സീനിൽ വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ ഒരു പാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പ്രസൻറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു റിവെഞ്ചിന് വേണ്ടി മാത്രം വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആയിക്കോട്ടെ ശരി. പക്ഷേ ക്ലൈമാക്സിലെങ്കിലും ലാലേട്ടനൊരു ഗംഭീരമായിട്ടൊരു ഫൈറ്റ് കൊടുക്കണ്ടേ? ഫൈറ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ലാലേട്ടനൊരു ഫൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, ഡയലോഗ്സ് കൊടുത്തിട്ടില്ല, ഗംഭീരമായിട്ടുള്ള സ്വാഗുകൾ കൊടുത്തിട്ടില്ല. ആ പടത്തിൽ 3 മണിക്കൂറുള്ള സിനിമയിൽ 10-30-40 മിനിറ്റിനുള്ളിൽ ലാലേട്ടനുള്ളൂ. ആ ക്ലൈമാക്സിലെങ്കിലും അദ്ദേഹത്തിന് ഒരു ഗംഭീരമായിട്ടുള്ള സീൻ കൊടുക്കണ്ടേ? അവിടെയും കയറിയിട്ട് പൃഥ്വിരാജ് സ്കോർ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാൻസുകാരെ അപേക്ഷിച്ച് ഗംഭീര ബുദ്ധിമുട്ടായിരിക്കാം. അതിനൊപ്പുറം ഒരു സാധാരണ പ്രേക്ഷകരെ നോക്കുകയാണെങ്കിൽ, ഒരു സിനിമയെ ആസ്വദിക്കുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നിരാശയായിരുന്നു ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റൊക്കെ. പേഴ്സണലി സുജിത് വാസുദേവിൻ്റെ ക്യാമറ രസമായിട്ടുണ്ട്. അത് പല ഷോട്ടേയും പറയുന്നില്ല, ഒരുപാട് സീനുകളിൽ പുള്ളിക്കാരൻ്റെ ക്യാമറ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ദീപത്തിൻ്റെ BGM രസമായിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ്യൂം വർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കോസ്റ്റ്യൂം എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊരു എഫക്റ്റ് കിട്ടുന്നില്ല. എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു പവർ നമുക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇതിൻ്റെ ഡ്രാഗൺ അടിച്ചിട്ടുള്ള ആളാരാണ്? ഞാനിവിടെ
അത് പറയാൻ പോവാണ്. ഈ എൻ്റെ പൊന്നു മക്കളെ, ഏതോ ഒരു ചൈനക്കാരൻ, അത് ഫഹദാണോ മറ്റേ വേറെ കുറേ ആക്ടേഴ്സാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചർച്ചകൾ മീഡിയാസ്, ന്യൂസ് ചാനലടക്കം ഏറ്റെടുത്തിട്ടുള്ള, സോഷ്യൽ മീഡിയാസ് മാത്രമല്ല ന്യൂസ് ചാനലിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ചർച്ചയാണ്. ഏതോ ഒരു ആക്ടർ, സത്യം പറഞ്ഞാൽ എനിക്ക് പേരറിയില്ല, ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് എൻ്റെ മിസ്റ്റേക്ക് എന്ന് എനിക്കറിയില്ല. ഒരു ചൈനക്കാരനാണ്, 2 ചൈനക്കാരെ ലാസ്റ്റ് കാട്ടുന്നുണ്ട്, അത് ആരാന്ന് പേരറിയില്ല. ഓക്കെ, ചൈനക്കാരനെ കാട്ടി. അങ്ങനെ എമ്പുരാൻ പടം സ്റ്റാർട്ട് ചെയ്ത് ഇൻ്റർവെല്ലായി, ജംഗിൾ ഫൈറ്റ് കഴിഞ്ഞു, വീണ്ടും പോവുകയാണ്. ഞാൻ പറഞ്ഞു ടോവിനോ തോമസിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവർക്കെതിരെ ഓപ്പോസ് ചെയ്യാനായിട്ടാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്നത്, മഞ്ജു വാര്യർ ടീമൊക്കെ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ഇവർ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന് പോയി. പിന്നീട് നമുക്ക് ഈ സിനിമ കേരള രാഷ്ട്രീയം അങ്ങനെ അവിടെ എൻഡിങ് ആണ്. പിന്നെ വേറെ ഏതൊരു യൂണിവേഴ്സിലേക്ക് ഈ പടം പോകുന്നു. അങ്ങനെ ഈ യൂണിവേഴ്സിലേക്ക് ഈ പടം പോയിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ട്വിസ്റ്റ് എന്നല്ലെങ്കിലും 1-2 കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. പിന്നെ ഇതിനെ ഓപ്പോസിറ്റ്, അതായത് അബ്രാം ഖുറേഷി എന്നുള്ളൊരു ബ്രാൻഡ് വേൾഡ് വൈഡായിട്ട് ഇത്രമാത്രം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, ഒരു വജ്ര കച്ചവടക്കാരൻ, ഡ്രഗ്സിനെ ഓപ്പോസിറ്റ് ആളുന്ന ആൾ. ഈ തീവ്രവാദികളും അതുപോലെ തന്നെ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ, ഈ എബ്രാം ഖുറേഷിനെ എഗെയിൻസ്റ്റാണ് ഈ ഒരു ടീമിനോട്. അപ്പോൾ അവരായിട്ടുള്ളൊരു ഫൈറ്റ്, അല്ലെങ്കിൽ അവരായിട്ടുള്ള ആ ഒരു റിവെഞ്ച്, അവരായിട്ടുള്ള ഒരു പ്രതികാരം, ആ പ്രതികാരം പിന്നീട് പോയി വേറെ ഏതോ ഒരു അടുത്ത നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് എത്തുകയാണ്. ചൈനയിലത്തെ ഒരു യൂണിവേഴ്സിലേക്ക് എത്തുന്നു. അതായത് ഈ എബ്രാം ഖുറേഷിനെക്കാട്ടിലും കുറച്ച് മുകളിലായിട്ടുള്ള ഒരു സംഘടനയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതിലേക്ക് എത്തുകയാണ്. അതേ ഡ്രാഗൻ്റെ ആ ഒരു ആക്ടറെ കാട്ടി ഒരു ഇൻഫ്ലുവൻസ് ഇല്ല തിയേറ്ററുകളിൽ. ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിനെ കൊണ്ട് വെക്കണ്ടേ, ഒരു പാൻ ഇന്ത്യൻ ആക്ടറെ കൊണ്ട് വെക്കാം. ഇത് എന്താണ് ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാവണ്ടേ. ഇനി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കാന്ന് എനിക്കിത് പറ്റിക്കലാണെന്ന്. ഇല്ലെങ്കിൽ അങ്ങനെ ഈ സിനിമ മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണം. മുരളിഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഗംഭീര സ്ക്രിപ്റ്റാണ്. ഇത് ഒരു പെർഫോം ചെയ്യിപ്പിക്കാതെ വളരെ വിരളമായിട്ടുള്ള ഡയറക്ഷൻ കൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിമയിൽ അവസാനം ഇതിൻ്റെ വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഗൺ ചോദിക്കുകയാണ്, എനിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പാസ്റ്റ് ഒന്ന് അറിയണമെന്ന്. അപ്പോൾ ബോംബെയിലത്തെ ഒരു സീൻ കാട്ടുന്നുണ്ട്. എൻ്റെ മോനെ, ഞാൻ ലോങ് ഷോട്ട് എന്നാണ് സംഭവം ചെയ്യുമ്പോൾ ആ ഫൈറ്റ് സീക്വൻസ് ഞാൻ വിചാരിച്ചത് വരെ ദുൽഖർ സൽമാനാണോ എന്നൊരു പ്രതീക്ഷിച്ചു. വേണ്ട, ആരും ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. ഏതോ ഒരു മൊയന്തിനാണ് കൊടുന്ന് വെച്ചേക്കുന്നത്, ഏതാ ആക്ടർ എന്ന് അറിയില്ല. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ലാലേട്ടൻ്റെ നേരേഷൻ വേടാ. എൻ്റെ പൊന്നു മോനെ, അവസാനത്തെ ഒരു 5 മിനിറ്റ് ആ സിനിമ കണ്ട് എനിക്ക് ശരാശരി പോലെയുള്ള സിനിമ പോലും ഈ ഒരു ടൈലൻറ്റ് കൊണ്ട് ആ ഒരു പ്രതീക്ഷ ഒട്ടും പോയിട്ടുള്ള ഒരു പരിപാടിയാണ് L3 തന്നിരിക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു മലയാളം ആക്ടേഴ്സ് കൊണ്ട ആളുകൾക്കൊരു പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ വെക്കണ്ടേ. പൃഥ്വിരാജിൻ്റെ ചിന്താഗതി ഒന്നും ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കണമെന്നൊന്നുമില്ല, അത് ഞങ്ങൾ ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. LJPയുടെ ഇവിടെ പടം വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ബാലിബനിൽ, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണാൻ നിർബന്ധിക്കാനുള്ള ആളുകളൊന്നല്ല ഞങ്ങൾ മലയാളികളായാലും മറ്റ് ആസ്വാദകരൊന്നും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ അംഗീകരിക്കും. അല്ലാണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കൊണ്ട് ഞങ്ങൾ പടം കാണുക പറഞ്ഞാൽ ഞങ്ങളുടെ കാശ് മുടക്കിയിട്ടാണ് ഞങ്ങൾ ഈ പടം കാണുന്നത്. മനസ്സിലായോ? 1000 റുപ്യ ഒരു ടിക്കറ്റിനുണ്ടെന്ന്. ഐമാക്സിലൊക്കെ ടിക്കറ്റ് നല്ല പൈസയാണ്, അതും കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ബ്രാൻഡിങ് മാത്രം പേരെടുത്തുകൊണ്ട്, ലാലേട്ടൻ്റെ പേര് വെച്ചുകൊണ്ട്, ആശീർവാദിൻ്റെയും ഗോകുലത്തിൻ്റെയും പേര് വെച്ചുകൊണ്ട് ഈ സിനിമ ഓൾ ഇന്ത്യ ഓടി നടന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഒരു 10% വേണ്ട, ഒരു 50% ആളുകൾക്ക് കൊടുക്കണ്ടേ. അറ്റ്ലീസ്റ്റ് ഒരു കാസ്റ്റിങ്ങിലെങ്കിലും ഒരു ബ്രില്യൻസ് കാണിക്കട്ടെ നിങ്ങൾ. പൃഥ്വിരാജ് സുകുമാരൻ, നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഡയറക്ടറാണെന്ന് നിങ്ങൾ പറയിപ്പിച്ച ആളാണ്. അത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു ശ്രീകുമാർ മേനോനാവാൻ നിങ്ങൾ ശ്രമിക്കരുത്. 10-40 മിനിറ്റ് ലാലേട്ടനൊരു വേഷവും കൊടുത്തിട്ട് വളരെ കുറച്ച് ഡയലോഗുകളും കൊടുത്ത് ഒരു എഫക്റ്റില്ല, ഒരു സ്വാഗോ കാര്യങ്ങളോ അദ്ദേഹം കൂട്ടും ജാക്കറ്റോട് വരുമ്പോൾ ഞങ്ങൾക്കത് ഫീലാക്കണ്ടോ. ദീപക് ദേവിൻ്റെ ഒരു BGM ഉള്ളതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ലാഗടിപ്പിക്കേണ്ട കാണുന്നില്ലാതെ. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം ഡയറക്ടർ ഫാസിൽ സാർ ഇതിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീൽ ചെയറിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൂസിഫറിൽ കണ്ട പോലെ തന്നെയുള്ള അതിനേക്കാൾ കൂടുതൽ സീൻസിലുണ്ട്. വളരെ രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു എസ്തപ്പാനെ എന്നുള്ള ആ ഒരു വിളിയും
ആ ഒരു പരിപാടിയൊക്കെ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഫാസിൽ സാറ് വെരി ഗുഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വെയ്യായൊക്കെ കണക്കിലെടുത്തിട്ടൊന്നുമല്ല, എനിക്ക് തോന്നുന്നു അത് രസമായിട്ട് ഈസ് എ ഡയറക്ടർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറേ അടി വെടി പുക ഒക്കെ വരുന്നുണ്ട് പലയിടത്തും. അത് എബ്രഹാം ഖുറേഷി എന്നുള്ള ആ ഒരു ബ്രാൻഡിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ വർക്കായിട്ട്, ഒരു പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ എന്നുള്ള ആ ഒരു ആക്ടർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതിൽ തേർഡ് പാർട്ട് L3 ഇറങ്ങുന്നുണ്ട്. അത് ഇറങ്ങുന്നതും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പാസ്റ്റാണ് പറയുന്നത്. അത് കാട്ടുന്നത് 1980 ആ ഒരു ടൈമിലാണ്, ബോംബെയിലാണ് കാട്ടുന്നത്. ഏതോ ഒരു മോയന്തരെ കൊടുത്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അത് ആരാന്ന് പോലും അറിയില്ല, ഏതൊരു ആക്ടറാണ്. അവിടെയാണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ L3 എന്ന് പറയുന്നത് ഒരിക്കലും വലിയ പ്രതീക്ഷ തരുന്നില്ല. ഇഫ് യു ആർ കമ്പയറിങ് ടു ലൂസിഫർ ആൻഡ് എമ്പുരാൻ. അപ്പോൾ പടം ബുക്ക് ചെയ്തുള്ള ഒരു സിനിമ കണ്ടോളൂ. അറ്റ്ലീസ്റ്റ് ഫാമിലി ആയിട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വട്ടം കണ്ട് മറക്കാം. അതായത് എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം കുറച്ച് രാജ്യങ്ങളൊക്കെ, അവിടുത്തെ സീനുകളൊക്കെ നിങ്ങൾക്ക് കാണാം. സുഹിത്തിൻ്റെ നല്ല രീതിയിലുള്ള വാസുദേവൻ്റെ ആ ഒരു ക്യാമറ വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അല്ലാണ്ട് വേറൊരു ബ്രില്യൻസും ഒരു പരിപാടികളും ഒരു സസ്പെൻസോ ഒരു ട്വിസ്റ്റോ ഒന്നും ഈ സിനിമയിലില്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടു മറക്കാവുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. അപ്പോൾ ഈ എമ്പുരാന് ഒരു ശരാശരി ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടവർ അഭിപ്രായങ്ങൾ പറയണം. കാണാത്തവർ ഈ സിനിമ ബുക്ക് ചെയ്തവർ കാണുക. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു വിഷു വരെയൊന്നും തിയേറ്ററിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയില്ല. നിൽക്കട്ടെ. ഒരു ലാലേട്ടൻ വിരോധിയല്ല, ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം എമ്പുരാനായി. ഓക്കെ, താങ്ക് യു.